ഹലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റോസ് ഗാർഡനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ആ വീഡിയോ ആണ് ഇത്. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയേക്കാണ്. ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അധികം ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ അകത്തേക്ക് എൻട്രി ഒക്കെ കയറി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നിയത് അവിടെ കൗണ്ടറിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫ് ഞങ്ങൾ നോക്കിയപ്പോൾ ആരെയോ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ 2-3 ആൾക്കാരും കൂടിയും അവിടെ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിളിച്ചപ്പോൾ ആണ് അവിടെ ഉള്ളിൽ നിന്ന് ആ സ്റ്റാഫ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ ഫീ എത്രയെന്നൊക്കെ ഉള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. അപ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട് ഇവിടെ കാണാൻ. പിന്നെ ചില മരങ്ങളൊക്കെ ഇലകളൊന്നും ഇല്ല, അതേപോലെ വടി മാത്രം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ ചെടി നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും, വെള്ളമാണ് ലീഫിൻ്റെ ഉള്ളിൽ നിറച്ച്. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി ഓരോ ചെടികൾ നോക്കി പതുക്കെ. ഇവിടെ കുറേ ആൾക്കാർ നമ്മൾ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്കും പേര് എഴുതി വെച്ചാലോ എന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തിരിഞ്ഞു പോയി. നമ്മളങ്ങനെ ഓരോന്നൊക്കെ എഴുതുമ്പോൾ ആ ചെടിക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇവിടെ കുറേ ചെടികളുടെയും താഴെ എല്ലാത്തിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ചെടിയാണെന്നറിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചെടികളായിരിക്കും, പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറേ മരങ്ങളാണ്. ശരിക്കും ചെടികളെക്കാട്ടും മരങ്ങൾ ഇവിടെ കുറേ ഞാൻ കണ്ടു. ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ കുറേ കാട്ടിലത്തെയൊക്കെ കുറേ മരങ്ങളൊക്കെ, അങ്ങനത്തെ മരങ്ങളൊക്കെ കുറേ അതിൻ്റെയൊക്കെ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാത്തിൻ്റെയും പേര് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ പിച്ചകം അങ്ങനത്തെ ഒക്കെ എനിക്കങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ചെടികളൊന്നും മരങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കിരണനോട് പറഞ്ഞു, നീ എന്തിനാ ഈ ചെടികളൊക്കെ നോക്കണം, ഇത്രയും ഭംഗിയുള്ള കുറേ ചെടികളുടെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ വിചാരിച്ച് ഞാൻ പിന്നെ മാറിപ്പോയി. അതായത് ഞാൻ അത്യാവശ്യം കുറേയൊക്കെ ചെടികൾ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ നന്ദ്യാർവട്ടം അതിൻ്റെ ഒന്നും ഞാൻ ഇതുവരെ ചെടി കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനത്തെ കുറേ ചെടികളെ കണ്ടത്. കരിനൊച്ചി, ചെമ്പാവല്ലി, നീർപ്പച്ചില, പിച്ചകം, വീണ്ടും പൊന്നാരി, കരിക്കൊടി, വെള്ളാനച്ചി, റോസ് ഗാർഡനിൽ കണ്ട ചില ചെടികളൊക്കെ ഇവിടെയും ഞാൻ കണ്ടു. പക്ഷെ അവിടത്തേക്കാട്ടും കുറച്ചും കൂടിയും ഒരു സ്ട്രോങ് ആയിട്ടും നന്നായി കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കുറേ ഉള്ള പോലെ തോന്നിയ കുറേ ചെടികൾ. ഈ ചെടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നന്നായിട്ട് നല്ല അവർ പ്രസൻറ്റേഷൻ കൊണ്ടാണോ എന്നറിയില്ല, ഇത്രയും കൂടി നല്ല ഭംഗിയിലൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞങ്ങൾക്ക്. അങ്ങനെ ഇവിടെ കുറേ ചെടികൾ കണ്ടു. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ അവിടെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് പോലെ തോന്നി. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടിയും ഏരിയ കൂടുതലുണ്ട്. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം കണ്ട് വേഗം തന്നെ ഇറങ്ങാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലോണം വാസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം നന്നായി ഓർഗനൈസ് ചെയ്തും നമുക്ക് നന്നായിട്ട് അത് കാണാനും കുറച്ച് സമയം എടുത്ത് നോക്കാനും ഒക്കെ പറ്റും. അങ്ങനെ പക്ഷെ ഇവിടെ പൂക്കളൊന്നും ഇല്ല അധികം. കൂടുതലും ഇങ്ങനത്തെ ഓർണമെൻ്റൽ പ്ലാന്റ്സും പിന്നെ
ട്രീസും അങ്ങനത്തെയൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടത്. ഈ ഇരിക്കുന്ന ഒരു ചെടി അത് കാണുമ്പോൾ മറ്റേ പൂച്ചയുടെ വാലൊക്കെ പോലെ തോന്നും, അതേപോലത്തെ ഒരു ചെടിയായിരുന്നു ഇത്. പിന്നെ എനിക്ക് മൂന്നാർ ചെന്നപ്പോൾ തൊട്ട് അതിനെക്കൊട്ട് മുന്നേ തന്നെ നല്ല കോൾഡായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ശരിക്കും സാധാരണ വീഡിയോസിലൊക്കെ ആൾക്കാർ ഫുൾ പ്രസൻറ്റ് ചെയ്തിട്ടാണല്ലോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ വീഡിയോസ് എടുത്തിട്ട് ഇതുപോലെ വോയിസ് ഓവർ ചെയ്യാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾ എന്താ പറയുക, കൂടുതൽ ഫ്ലവേഴ്സും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടും. മൂന്നാർ പോകുമ്പോൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. എനിക്ക് കൂടുതലായിട്ട് ക്രൗഡ് തോന്നിയത് റോസ് ഗാർഡനിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനേക്കാളും. അവിടെ തന്നെ പിന്നെ അവിടെ നിറച്ച് ഒരു ലൈവ്ലി ഒരു ഇതുണ്ടായിരുന്നു അവിടെ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇവിടെ പ്രസൻറ്റേഷനും ഓർഗനൈസേഷനൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഈ ചെടിയൊക്കെ നല്ല എന്താ പറയുക, ഒരു വെറൈറ്റിയാണ്. അത്ര അധികം കാണുന്ന ടൈപ്പും അല്ല. അങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അത് വരാൻ പോകുന്നുള്ളൂ. നിങ്ങളപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത ശരിക്കും വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടി തന്നെ വന്നത് എനിക്ക് ഡൗട്ട്. അതേപോലെ നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയ പോലെയായി ആ സ്ഥലം കണ്ടപ്പോൾ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ. അതാണ് ഈ വരുന്ന സ്ഥലം. ഈ ഭാഗം ശരിക്കും നിങ്ങൾ നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇതെന്തോ ഒരു വീട് പോലെ എനിക്ക് ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇത് ഫുള്ള് ഈ ചെടികൾ തന്നെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു. ആ ഭാഗത്തെ സ്കൈയും ഒരു മൗണ്ടനൊക്കെ പോലെ ഒരു ബാക്കിൽ ശരിക്കും കുറേ ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു ശരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടാം. ഇവിടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി എന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ചോക്ലേറ്റ് ടീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റ് ടീ ഉണ്ടെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവർ ഒരു ചോക്ലേറ്റ് പൗഡറാണ് നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ വീട്ടിൽ പോയിട്ട് ടീ ഉണ്ടാക്കി കുടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ വെറുതെ ജസ്റ്റ് അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് ചെയ്തത്. ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ചോക്ലേറ്റ്സ് മേടിച്ചത്. ഞാൻ ഇവിടെ നിന്ന് മൂന്നാർ വന്നപ്പോൾ മേടിച്ച സാധനങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്നാണ് ചോക്ലേറ്റ്സ് മേടിച്ചത്. പിന്നെ ഇവിടെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളും ഇരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മേടിച്ചില്ല. ഞാൻ നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സും ഉണ്ട്, ഈ ആയുർവേദിക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, ഓയിൽസൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചോക്ലേറ്റും പിന്നെ ടീ പൗഡറുമാണ് മേടിച്ചത്. സാൻഡൽ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇത് സോപ്പാണ് ശരിക്കും, പല ടൈപ്പ് സോപ്പാണ്. സാൻഡലിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓരോന്നും അത് ഏത് സോപ്പാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു പാക്കിങ് അതെനിക്ക് നല്ല ഇഷ്ടമായി. അത് പ്ലാസ്റ്റിക് കവറോ അങ്ങനെയൊന്നല്ല. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നല്ല മണമായിരുന്നു ആ സോപ്പിൽ, നല്ല സോപ്പ്. റെഡ് സാൻഡല് ജാസ്മിൻ ഷോപ്പ്, ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. हे पण छान आहे, सलावार एक छान वाटतो. हा गणपती ഇതൊക്കെ ഇവിടുത്തെ ചോക്ലേറ്റ്സ് ആണ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അവർ സാമ്പിളൊക്കെ നമുക്ക് തരും കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടെഡിയുടെ ഷേപ്പുള്ളൊരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ.